എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ട് ഇപ്പോൾ ഡിന്നറിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കപ്പ എല്ലാം കൂടി ഒന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 5 മണി ഒക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ട് ഇനി പുറത്ത് നമുക്ക് ഇതൊക്കെ നനയ്ക്കാനൊക്കെ ഇറങ്ങാമല്ലോ എന്ന്. അപ്പോൾ ഇതൊന്ന് കടുക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഉള്ളിയൊന്നും ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ല് കറി വെച്ചിട്ടുണ്ട്, ഇറച്ചി എല്ലും കൂടി വെച്ചിട്ടുണ്ട് ഒരു കുറച്ച്. അപ്പോൾ അത് ഇതിൽ മിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ വെറുതെ കടുകും ജീരകവും മാത്രം പൊട്ടിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉണക്കമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിനകത്ത്. അപ്പോൾ അത് കുറച്ച് വലിയ സൈസ് എല്ലാട്ടോ. അപ്പോൾ ഞായറാഴ്ച ഇറച്ചി വാങ്ങിച്ചപ്പോൾ കുറച്ച് എല്ലുള്ള ഭാഗം ഞാനത് വേറെടുത്ത് വെച്ചു. പിള്ളേർക്ക് അല്ലെങ്കിൽ കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാനോ വേണ്ടി നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ബീഫൊക്കെ ഇട്ട് വയ്ക്കുക തന്നെ ഇട്ട് വയ്ക്കണതിലും നല്ലതാണ് ഈ എല്ലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അത് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മേളിൽ നിന്ന് കണ്ട ആ മുരിങ്ങയുടെ കൊമ്പ് ഇതാ താഴെ കിടപ്പുണ്ട് കേട്ടോ. അതിലൊരെണ്ണം ഇപ്പോൾ ഇന്ന് ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ആ മുരിങ്ങക്കോലൊക്കെ ഉണ്ടാവണതിൻ്റെ അതിൻ്റെ വെയിറ്റും കൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതേ ഒടിഞ്ഞ് താഴെ കിടക്കണം. അപ്പോൾ അതിൽ ചെറിയ കിളുന്തൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. ഞാനത് വെറുതെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഓസിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വെള്ളം കിട്ടില്ല, കുറേ സമയം പിടിക്കും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. 1-1.5 ദിവസങ്ങളിൽ ഇങ്ങനെ മോട്ടർ അടിച്ച് നേരിട്ട് തന്നെ നനക്കാറാണ് മതി. അപ്പോൾ ഇവിടെ ഈ വശത്ത് നിൽക്കുന്ന വാഴ പൊലിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുഴിച്ചിട്ട വാഴ ഇട്ടത്. പിന്നെ ഇത് എന്തൊക്കെയാണ് കുഴിച്ചിട്ടത്, ഗ്രാമ്പൂവിൻ്റെ തൈ അതൊക്കെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിലൊരു കുടംപുളി കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ അവിടെയുള്ള ചെടികളിൽ വെള്ളം നനച്ച് കൊടുക്കണം. ഇതേ കണ്ട ഞങ്ങളുടെ വാഴ അടുത്ത ഇപ്പോൾ ഒരു വാഴക്കൊല വെട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ താഴത്തെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ കൊല ഇതെന്ത് പഴമെന്ന് അറിയില്ല, പൂവനാണോ ഉണ്ടാകുമെന്ന് അറിയില്ല. ഈ തെങ്ങുമേന്നാണ് ഞങ്ങൾക്ക് കൂടുതലും തേങ്ങ കിട്ടാറുള്ളത്. ഇതാണ് ഞങ്ങൾ കറിക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ താഴ്ചത്തും തേങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കുകയൊന്നും വേണ്ട, കിട്ടുന്ന തന്നെ കിട്ടും. ഇതിവിടുത്തെ വെറ്റിലുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കയറ്റിയതാണ്. ഇപ്പോൾ ആരും ഉപയോഗിക്കണില്ല. അടയ്ക്കാമരത്തിലാണ് നേരെ വെറ്റില ഇങ്ങനെ കയറിയിട്ടുള്ളത്. ആദ്യമൊക്കെ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും വന്ന് കാണില്ല. ഞങ്ങളുടെ വീട് ഇങ്ങനെ ഉള്ളിലേക്കാണെങ്കിലും പക്ഷേ നല്ല പൊടിയുണ്ട് എപ്പോഴും. ഇങ്ങനെ മോട്ടർ ഞാൻ അടിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇവിടെയൊക്കെ ഒന്ന് കഴുകും. പിന്നെ മുറ്റമൊക്കെ ഒന്ന് കഴുകിയെടുക്കും. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം പറ്റിയൊന്നുമില്ല, എപ്പോഴും നല്ല തണുപ്പായിരിക്കും. ഇതിന് വാങ്ങിയിരിക്കാനായിട്ട്
ഉണ്ണിയൊക്കെ പറഞ്ഞു കഴിക്കുന്നത്. ഉണ്ണി പഠിക്കാൻ പോയിക്കണം, അവനിപ്പോൾ അത് വരുന്ന സമയമായിട്ടുണ്ട്. തന്നെ അമ്മമാരി അപ്പോൾ ഈ വാഴയിൽ കണ്ട കഴിഞ്ഞ ദിവസം ഒരു കൊല വെട്ടിയത്. പിന്നെ ഗ്രോ ബാഗ് ആദ്യം പച്ചക്കറി വിത്തുകളൊക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ കുഴിച്ചിട്ട് വിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ കുഴിച്ചിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഇവിടെ കറിവേപ്പും ഒക്കെ നിൽക്കണം. അപ്പോൾ അതിനൊക്കെ വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കുക. കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മേളിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ മുറ്റം ഇങ്ങനെ കഴുകാൻ നല്ല രസമാണ്. മുറ്റമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ കഴുകി രാവിലെ നല്ല വൃത്തിയായിട്ട് വരും. ഇപ്പം എല്ലാം നനച്ച് കഴിഞ്ഞ് നല്ലൊരു കുളിർമയുണ്ട്. ഇപ്പോൾ അതായത് നല്ലൊരു തണുപ്പുണ്ട് ചുറ്റിന്. നല്ല രസമാണ്. ചെടികളെല്ലാം നനച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. ഇപ്പോൾ സന്ധ്യ ഇങ്ങനെ മറിഞ്ഞു വരികയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നിസ്കാരത്തിന് കയറി. പിന്നെ നാല് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായി കയറി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞെങ്കിൽ കുറേ സമയം കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരിക്കും. പിന്നെ ഡിന്നറും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ അധികം കഴിക്കും. ചിലപ്പോൾ ഡിന്നർ ഞങ്ങൾ ഈ സമയത്ത് കഴിക്കും. പിന്നെ രാത്രി ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചേട്ടപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടല്ലോ പിന്നെ കപ്പയും കൂടി കറി വെച്ചു. അപ്പോൾ അതൊന്നും കഴിക്കുക നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. ഇനി ഇത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇഡ്ഡലിക്കുള്ള മാവ് കലക്കി വയ്ക്കുകയാണ്, മിക്സിയിൽ അടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഉഴുന്നും അരിയും കൂടി പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സമയം കൊണ്ടൊന്ന് അടിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാത്രമൊക്കെ കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി ഇവിടെ കഴിയുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ